എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയുടെ ആമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, കളയാൻ സമയമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഇല്ല എന്നുള്ളത്. അത് അഖിൽ മാരാർ CMDRFനെ കുറിച്ചിട്ട് നടത്തിയ ചില പ്രതികരണങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. അതിൽ എൻ്റെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചില ഫാക്ട്സ് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം പതിവിന് വിപരീതമായി കടുത്ത അമർഷമാണ് കമന്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ കാണാനായിട്ട് സാധിച്ചത്. പിന്നെ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ബിസി ആയിരുന്നതുകൊണ്ട് അത്രയധികം അത് എന്നെ അഫക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം പിന്നീട് കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് ആത്മാർത്ഥമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ കണ്ടു. കൂട്ടമായിട്ട് തന്നെ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ചില ആഹ്വാനങ്ങൾ കുറച്ചധികം ആളുകൾ അങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി. എന്നാൽ അതിലേറെ ആളുകൾ അകത്തേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ പോക്കും വരവും ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവകേരള സദസ്സ്, അതേപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ മരണം, ഈ രണ്ട് കാര്യങ്ങളോട് ഞാൻ പ്രതികരിച്ചത് ഭരണപക്ഷത്തിന് വിരുദ്ധമായിട്ടാണ്. കടുത്ത വിമർശനങ്ങൾ ആ ഒരു വീഡിയോസിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചില വീഡിയോസ് ചെയ്യുന്ന സമയത്ത്, കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും അത്തരത്തിലുള്ള സ്ഥിരം അപ്രോച്ച് പ്രതീക്ഷിച്ച് കടന്നു വരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും നാളെ മറ്റൊരു രീതിയിൽ ഒരു ഫാക്ട് നമ്മൾ പറയുന്ന സമയത്ത്. അവിടെ ഭരണവിരുദ്ധത ഉണ്ടാവില്ല, അനാവശ്യമായിട്ട് ഭരണവിരുദ്ധത പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പ്രതീക്ഷിച്ച് വന്ന ആളുകൾക്ക് ശരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നായിരിക്കാം അഖിൽ മാരാറുടെ ആ ഒരു ടോപ്പിക്കിനോടുള്ള എൻ്റെ സമീപനം. അതുകൊണ്ടാണ് അവർ പോയത്. ഇതൊരു കണക്കിന് നല്ലതാ. ഈ പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾ, ചിലത് മാത്രം പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾ നിരാശപ്പെട്ട് മടങ്ങി പോകുന്ന വളരെ നല്ലൊരു പരിപാടി. എന്നോട് കാണിക്കുന്ന അമർഷം, നിങ്ങൾ കമന്റ് ബോക്സിൽ വിളിക്കുന്ന തെറികൾ, ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ചില ആളുകൾ വളരെയധികം വിഷമത്തോടെ പറഞ്ഞു, ഇങ്ങനെ കൂട്ടമായിട്ട് വന്ന് ചേട്ടനെ തെറി വിളിക്കുന്നത് കാണാൻ വിഷമമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മളെ വന്ന് തെറി വിളിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റുകൾക്ക് റിപ്ലൈ ആയിട്ട് തെറി കമന്റ് ഇട്ട ആളുകൾ ധ്രുവറാഡിയുടെ വീഡിയോ കാണുന്ന ആളുകളല്ല, ആകാശ് ബാനർജിയുടെ വീഡിയോ കാണുന്ന ആളുകളല്ല, അല്ലെങ്കിൽ നല്ല ആധികാരികമായിട്ട് സംസാരിക്കുന്ന സ്ഥിരം ചാനലുകൾ കാണുന്ന ആളുകളൊന്നുമല്ല. അവർ അഖിൽ മാരാറുടെ വീഡിയോസ് കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ധ്രുവിന്റെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ വിമർശിക്കുകയാണ്, മറ്റേ ആകാശ് ബാനർജിയുടെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ വിമർശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വറി ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫാക്സുമായിട്ട് സ്ഥിരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അഖിൽ മാരാറുടെ ഫാൻസ് നമ്മളെ തെറി വിളിക്കാതെ എങ്ങനെ ഇരിക്കും? കാരണം അവർക്ക് ഫാക്സുമായി ബന്ധപ്പെട്ട് വലിയ കണക്ഷൻ ഇല്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ ഏറാനായിട്ട് ശ്രമിച്ച ആ ഒരു നാളുകൾ മുതൽ തന്നെ ആളുകൾ ഈ ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചിട്ട് ബോധവാന്മാരായി തുടങ്ങിയിരുന്നു. കാരണം അത്രയധികം ഇലക്ഷൻ ക്യാമ്പയിനോട് അനുബന്ധിച്ച് അത്രയധികം ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഫാൾസ് ന്യൂസ് ആണ് ഇന്ത്യയിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധ്രുവിന്റെ വീഡിയോസ് കണ്ടു. നമ്മൾ അതിനെ കുറിച്ചിട്ട് മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുവഴിയൊക്കെ ഇങ്ങനെ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത ആ ഒരു മണിക്കൂറുകളിൽ അമിത്ഷാ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിന് മുന്നേ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ കേരളം അത് നിഷേധിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല. അത്രയധികം തീവ്രമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കേന്ദ്രം നൽകിയിട്ടില്ല. ഇത് BJP നേതൃത്വത്തെ ചൊടിപ്പിക്കുന്നു. ഇതിനുശേഷം ദ വയർ, ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി എന്നിവരൊക്കെ പുറത്തേക്ക് വിട്ട ഒരു ന്യൂസ് റിപ്പോർട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആഫ്റ്റർ ലാൻഡ് സ്ലൈഡ്സ്, യൂണിയൻ ഗവൺമെന്റ് റീച്ചിങ് ഔട്ട് ടു സയന്റിസ്റ്റ് ടു ക്രിട്ടിസൈസ് കേരളാസ് ഗവർണൻസ്. എന്ന് പറഞ്ഞാൽ അവര് ഒരു ക്യാമ്പയിന് വേണ്ടി സയന്റിസ്റ്റുകളെ ഹയർ ചെയ്യുകയാണ്. ഇതൊരു ഇൻസൈഡ് ഇൻഫോർമേഷൻ ആയിട്ട് വന്നതാണ്. എന്നാൽ ഇതിപ്പോൾ വാർത്തയായ സമയത്ത് നമ്മളെല്ലാവരും അറിഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലെയിം കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിന്റെ തലയിലേക്ക് ഇടാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 60% ലാൻഡ് സ്ലൈഡുകളും കേരളത്തിലാണ്. അത്രയധികം പരിസ്ഥിതി ലോലമായ, പ്രശ്നബാധിതമായ ഒരു ചെറിയ സംസ്ഥാനത്തിനെ കേന്ദ്രം പരിഗണിക്കുന്ന രീതിയാണ് ഞാനിവിടെ പറഞ്ഞത്. അതിനിടയിലാണ് ഈ അഖിൽ മാരാറുടെ CMDRF വിവാദം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇനീഷ്യലി നടത്തിയത്. ഈ ഫണ്ട് അർഹിക്കുന്ന ആളുകൾക്ക് എത്തുന്നില്ല, ഞാൻ നേരിട്ടാണ് കൊടുക്കുന്നത്. ഈ ഞാൻ നേരിട്ട് കൊടുക്കുന്നുവെന്ന് ഒരു സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന ഒരാൾ പറയുന്ന സമയത്ത് അതിനകത്തൊരു ഹിഡൻ ആഹ്വാനമുണ്ട്: ഞാൻ നേരിട്ടാണ് കൊടുക്കുന്നത്, നിങ്ങളും അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. അത് CMDRFനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു. ഈ ഫോൾസ് ഇൻഫർമേഷൻ, ഫേക്ക് ന്യൂസുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടത്, ലോകത്താകമാനം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടത് ഈ ഫോൾസ് ഇൻഫർമേഷൻ, ഫേക്ക് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളൊരു രീതിയിലാണ്. അത്രയധികം ഫേക്ക് ന്യൂസുകളാണ് ഒരു കാലം തൊട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവരതിൽ വളരെയധികം വിജിലൻ്റ് ആവുകയും പ്രാദേശികമായിട്ടും അതേപോലെ തന്നെ ഓരോ രാജ്യത്ത് നിന്നും ഫ്രീലാൻസേഴ്സ് ഉൾപ്പെടെയുള്ള ഫാക്ട് ചെക്കിംഗ് വിഭാഗത്തെ ആശ്രയിക്കുകയും ചെയ്തു.
അങ്ങനെയുള്ള ഫാക്ട് ചെക്കിംഗ് വിഭാഗം വളരെ അധികം പണിപ്പെട്ട് ഓരോ ദിവസം 10,000-കണക്കിന് പോസ്റ്റുകളാണ് റിമൂവ് ചെയ്യുന്നത്, ഫാൾസ് ഇൻഫർമേഷൻ ടാഗ് അടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അഖിൽ മാരാർ സ്പ്രെഡ് ചെയ്ത ആ ഒരു ഫേക്ക് ഇൻഫർമേഷനും ഫേക്ക് ന്യൂസും പിടിക്കപ്പെട്ടു. അത് ഫാൾസ് ന്യൂസ് ആണ്, ടാഗ് ചെയ്യപ്പെട്ടു. അഖിൽ മാരാർ മെറ്റയെ വരെ വെല്ലുവിളിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദത്തോട് പറഞ്ഞു, ഇത് റിപ്പോർട്ട് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അദ്ദേഹം ഇതിനകത്തൊക്കെ ഭയങ്കര അഗ്രഹണ്യനാണല്ലോ. ആരാധക വൃന്ദം കൈയടിച്ചു. അങ്ങനെ പിണറായി വിജയൻ ഫേസ്ബുക്കിനെ വാങ്ങിയിരിക്കുന്നു, നേരത്തെ അടിച്ചു മാറ്റിയ പൈസ ഉണ്ടല്ലോ എന്നുള്ള കിംവദന്തികൾ അടിച്ചു പരത്താൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കുക, കൊട്ടാരക്കരയുടെ കേരളത്തിന്റെ നവജാത ധ്രുവറാഡിയാണ് 4-ന്റെ അന്ന് ഫേക്ക് ന്യൂസുകൾ എന്നുള്ള രീതിയിൽ ചരമം പ്രാപിച്ചത്. ഈ ധ്രുവറാഡി എന്ന് പറയുന്ന മനുഷ്യൻ പ്രസിദ്ധനാവുന്നത് സംഘപരിവാറിന്റെ നുണ ഫാക്ടറികളെ പൊളിച്ചടിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ നുണ ഷെയർ ചെയ്തതുകൊണ്ടല്ല. ധ്രുവിനെ വിശ്വസിക്കുന്ന ആളുകൾ, ധ്രുവിന്റെ ഫാക്ട് ചെക്കിങ്ങിനെ ആശ്രയിക്കുന്ന ആളുകൾ അഖിൽ മാരാറെ വിശ്വസിക്കുന്ന ആ ഒരു വൈരുദ്ധ്യമാണ് മനസ്സിലാവാത്തത്. അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം പിടിച്ചു നിൽക്കാൻ വേണ്ടി വളച്ചൊടിച്ച് ഷെയർ ചെയ്ത ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ്. CMDRFനെ കുറിച്ചിട്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, അതൊക്കെ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ ചാനലിലെ ആളുകൾക്ക് അതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വേറെ ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് വിദ്യാശ്രീ പദ്ധതി, എന്താണ് വിദ്യാകിരണം പദ്ധതി, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ ബുദ്ധിപരമായി ജനങ്ങളെ പറ്റിച്ച് ഇവർ വെട്ടിച്ചത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ കൂടിയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ വിദ്യാശ്രീ പദ്ധതി, എന്തുകൊണ്ടാണ് വിദ്യാശ്രീ പദ്ധതി തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ KSFEയുടെ ഒരു വലിയ കച്ചവട ബുദ്ധിയാണ് ഈ വിദ്യാശ്രീ പദ്ധതിക്ക് പിന്നിൽ. അതായത് കോവിഡ് സമയത്ത് കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ ലഭ്യമാകണം, ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാകണം. ഞാനുമൊക്കെ അക്കാലത്ത് മൊബൈൽ ഫോണുകൾ വാങ്ങി നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. നിരവധി ആൾക്കാർ വാങ്ങി നൽകിയിട്ടുമുണ്ട്. ഈ സമയത്താണ് KSFEയുടെ കച്ചവട ബുദ്ധി ഉദിക്കുന്നത്. വളരെ ബുദ്ധിപരമായി സാധാരണക്കാർക്കിടയിലേക്ക് ലാപ്ടോപ്പുകൾ കൊടുത്തുകൊണ്ട് പണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞാൽ ഈ സ്കീമിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ KSFE അധികൃതർ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട്, ഈ കുടുംബശ്രീയിലും ഈ തൊഴിലുറപ്പിലുമൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങളെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് പറഞ്ഞ് പറ്റിക്കുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ആദ്യത്തെ നയം. പറയാൻ വിഷമമുണ്ട്, എന്നാലും ഇത്രയധികം ബേസിക് ആയിട്ടുള്ള നോളജ് പോലും ഇല്ലാത്ത ഒരാളെയാണോ കേരള ധ്രുവറാട്ടിയാക്കാനായിട്ടും മുഖ്യമന്ത്രിയാക്കാനായിട്ടും പ്രതിപക്ഷ നേതാവാക്കാനായിട്ടും ആളുകൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? വീണ്ടും പറയാൻ വിഷമമുണ്ട്. ഇദ്ദേഹത്തെ ഞാൻ ആസ്വദിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാര രീതി, അദ്ദേഹത്തിൻ്റെ കലാ മേഖലയിലുള്ള പരിപാടികൾ. പക്ഷെ ഒരിക്കലും ഇദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇത് കോമൺ സെൻസ് ഉള്ള ആളുകൾക്കൊക്കെ അറിയാം. ഒരു കുറച്ച് വിഭാഗത്തിന് മാത്രം, ബേസിക് നോളജ് ഇല്ലാത്തൊരു വിഭാഗത്തിന് മാത്രമുള്ള അറിവില്ലായ്മ. KSFE എന്ന് പറഞ്ഞാൽ എന്താണ്? NBFC-യാണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. NBFC-കളുടെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ബജാജ് ഫിൻസർവ്, മുത്തൂറ്റ്, മണപ്പുറമൊക്കെ NBFC-കളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ RBIയുടെ അണ്ടറിൽ വരാത്ത സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ. ഇതിൽ KSFE വ്യത്യസ്തമാക്കുന്നത് എന്താണ്? KSFE സ്റ്റേറ്റ് ഓൺഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് ഫിൻസർവിൽ നിന്നിട്ട് നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത്, അടവടയ്ക്കാത്ത സമയത്ത് അവർ പെരുമാറുന്നത് പോലെയോ, അല്ലെങ്കിൽ മണപ്പുറം മുത്തൂറ്റിന്റെ സ്റ്റാഫ് നിങ്ങളോട് പെരുമാറുന്നത് പോലെയോ ആയിരിക്കില്ല, അവരുടെ പ്രവർത്തനം പോലെ ആയിരിക്കില്ല KSFE. അവരുടേതുപോലെയുള്ള കടുത്ത പ്രോസസ്സിംഗ് ചാർജും അവരുടേതുപോലെയുള്ള കടുത്ത പലിശയും നിർബന്ധങ്ങളും KSFEക്ക് സ്റ്റേറ്റ് ഓൺഡ് ആയതുകൊണ്ട് ഇല്ല. അപ്പൊ KSFE ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വലിയ ഗുണമാണ്. KSFE ഇത്തരത്തിലുള്ള സേവനം നൽകിയില്ല എന്നുണ്ടെങ്കിൽ അത് ബജാജ് ഫിൻസർവിനും ബാക്കിയുള്ള സ്വകാര്യ ചെറുകിട NBFC-കൾക്കും വലിയ ഗുണമാണ്. അവർക്കാണോ ഗുണം വേണ്ടത്, സ്റ്റേറ്റിനാണോ ഗുണം വേണ്ടതെന്ന് ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ ആലോചിക്കേണ്ടതാണ്. KSFE കോവിഡ് സമയത്ത് ലാഭം മുന്നിൽ കണ്ട ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്ത് തോന്നിയാസ് വിളിച്ചു പറയുന്നത്. അവരത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവൻ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റാൾമെന്റിൽ ചില ചേട്ടന്മാർ വലിയ ലാഭത്തിൽ സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അവരുടെ അടുത്ത് നിന്ന് വാങ്ങേണ്ടി വരും. അവർ വീട്ടിൽ വന്ന് കുത്തിയിരിക്കും പൈസ കൊടുത്തില്ലെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് NBFCs, ഞാൻ പേര് പറയുന്നില്ല, അവരുടെ അടുത്ത് നിന്ന് വാങ്ങാൻ നിർബന്ധിതരാകും. ഈ അഖിൽ മാരാറൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്ന വലിയ വലിയ ഷോപ്പുകൾ, ഇപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ വാങ്ങാൻ നിർബന്ധിതരാകും. അപ്പോൾ അവരും ഈ NBFCസിനെ ആശ്രയിക്കും. നമ്മളോട് പറയും അവരുടെ അടുത്ത് നിന്ന് പണം ലോണായിട്ട് എടുക്കാൻ. കടുത്ത പ്രോസസ്സിംഗ് ചാർജ്, നല്ല പലിശ, ഈ ലോ കോസ്റ്റ് EMI എന്നൊക്കെ പറയും, എന്നാലും നല്ല പ്രോസസ്സിംഗ് ചാർജും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഈ KSFE മാത്രം 5% പലിശയ്ക്ക് വളരെ കുറഞ്ഞ മാസത്തവണകളിൽ
ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രൂരതയാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്റ്റേറ്റിനല്ല ആ ഒരു ഇൻകം കിട്ടുന്നത്. ഇപ്പോൾ അഖിൽ മാരാറ് ഇതിന്റെ ഒരു ലാഭ കണക്കാന്ന് തോന്നുന്നു കൊടുത്തിട്ടുണ്ട്. ഈ തവണ KSFE ദുരിതാശ്വാസ നിധിയിലേക്ക് 5 കോടിയാണ് നൽകിയത്. കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ കൂടുതൽ ലാപ്ടോപ്പുകൾക്ക് ഫിനാൻസ് കൊടുത്തു എന്ന് പറഞ്ഞ് ബജാജോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുകിട NBFCകളോ ഇത്രയധികം തുക സംഭാവന നൽകിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയാണോ ഇത് പറയുന്നത്, അതോ KSFE തകർക്കാൻ വേണ്ടിയാണോ ഇത് പറയുന്നത്? 5,11,498 അപേക്ഷകളാണ് വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതി KSFE കുടുംബശ്രീയുമായി ചേർന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇവർക്ക് ലഭിച്ചത് എന്ന് ആലോചിക്കണം. 5,11,498 ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക്സ് ഡിസ്ട്രിബ്യൂട്ടറോടും പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ, കുറഞ്ഞത് 100 പർച്ചേസിന് 100 പ്രോഡക്റ്റുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയും ലിക്വിഡായിട്ട് പൈസ കൊടുക്കുകയും ചെയ്താൽ ഒരു 50% താഴെ ഇത് ലഭിക്കുകയും, ഇപ്പൊ ആലിബാബ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ, ഇപ്പൊ 100 ഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 60% റിഡക്ഷനിൽ നിങ്ങൾക്ക് ഫോണുകൾ ലഭിക്കും. അപ്പൊ KSFEയുടെ ബുദ്ധി ആലോചിക്കണം. ഇത്രയും അപേക്ഷ വരുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ ഇത്രയും ലാപ്ടോപ്പുകൾ മേടിച്ചു കൊടുത്താൽ ഒരു ലാപ്ടോപ്പിന്റെ പുറത്ത് 10,000 രൂപയുടെ ഒരു ലാഭം KSFEയിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും. പക്ഷെ മാസം പൈസ അടച്ചവർ തീർത്തോളും, പതുക്കെ അത് കിട്ടത്തുള്ളൂ. പക്ഷേ മിനിമം 10,000 രൂപയുടെ ഒരു ലാഭം ഒരു ലാപ്ടോപ്പിൽ ഇവർക്ക് പറ്റും. കാരണം 20,000 രൂപ വില വരുന്ന ഒരു ലാപ്ടോപ്പ് പുല്ല് പോലെ 10,000 രൂപയ്ക്ക് കൊടുക്കാൻ കമ്പനികൾ തയ്യാറാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, KSFE പോലെയുള്ള ഒരു സ്ഥാപനം, സർക്കാർ സ്ഥാപനം, ഈ കച്ചവടക്കാരെ പോലെ ആലിബാബയിൽ നിന്ന് 50 വാങ്ങുന്ന ഒരു പരിപാടിയിലല്ല നടത്തപ്പെടുന്നത്. ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള ചില രീതികളുണ്ട്. എല്ലാത്തിനും ടെൻഡർ വിളിക്കും. അതൊരു കുഞ്ഞ് പെൻസിലാണെങ്കിൽ പോലും ടെൻഡർ വിളിക്കണമെന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ കാലതാമസം പലപ്പോഴും പല പർച്ചേസുകൾക്കും ഉണ്ടാവാറുണ്ട്. ഗവൺമെൻറ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം, എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നശിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ടെൻഡർ വിളിച്ചിട്ടേ തിരിച്ച് വരുത്താൻ പറ്റത്തുള്ളൂ. ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അവിടെയുള്ള സാറുമാരൊക്കെ എപ്പോഴും പറയുന്നത് കേൾക്കാം, എന്ത് കാര്യത്തിനും ഒരു ടെൻഡറുണ്ട്. അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റിലേക്ക് KSFE ടെൻഡർ വിളിച്ചു. അപ്പോൾ അതിനകത്ത് കൊക്കോണിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കൊക്കോണിക്സ് ഡയറക്റ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്, എല്ലാ കമ്പനികളെയും പോലെ തന്നെ ടെൻഡർ സമർപ്പിച്ച ഒരു കമ്പനിയായിരുന്നു കൊക്കോണിക്സ്. അപ്പോൾ ഇവർ പറയുന്ന ഒരു റേറ്റിൽ കുറഞ്ഞ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ HP, Acer, Lenovo, കൊക്കോണിക്സ് ഇവരാണ് ടെൻഡറിൽ പങ്കെടുത്തത്. സർക്കാർ പറഞ്ഞ സ്പെസിഫിക്കേഷൻ പ്രകാരം ഏറ്റവും കുറഞ്ഞ തുക ആര് കൊട്ടേഷൻ വെക്കുന്നോ അവർക്ക് ടെൻഡർ ഉറപ്പിക്കണം. അതാണ് ഇതിലെ നിയമം. നമ്മൾ മനസ്സിലാക്കണം, കൊക്കോണിക്സിന് ടെൻഡറിൽ പങ്കെടുക്കാനായിട്ടും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ ഇടാനായിട്ടും കേരള സർക്കാരിനെ കൊണ്ടിട്ട് സാധിക്കത്തില്ല. അത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നിട്ട് വരുന്നതാണ്. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ ടെൻഡർ തുക ഇങ്ങനെയാണ് വന്നത്. കൊക്കോണിക്സ് 14,990, Acer 17,883, HP 17,990, ലെനോവോ 18,000 രൂപ. സ്വാഭാവികമായിട്ടും കൊക്കോണിക്സിന്റെ ടെൻഡർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കൊക്കോണിക്സും ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ്, അവരും പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇനി കൊക്കോണിക്സിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേരള സർക്കാരിന്റെ നാളെ നമ്മൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ പോലെ തന്നെ വളരാൻ ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. അത് വീണ്ടും നല്ല രീതിയിൽ പ്രവർത്തനം പുനരാരംഭിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. കൊക്കോണിക്സ് കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ അസംബിൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേറ്റ് ആണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കമിട്ടത്. UST ഗ്ലോബലൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കൊക്കോണിക്സിന്റെ 2000 ലാപ്ടോപ്പുകൾ. അഖിലിന്റെ വർത്താനം കേട്ട തോന്നും കൊക്കോണിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇങ്ങനെ തട്ടിക്കൂട്ടി ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന്. അല്ല, 2000 ലാപ്ടോപ്പുകളെ കൊക്കോണിക്സിൻ്റെത് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാധാരണ എല്ലാ കമ്പനികളിലും സംഭവിക്കുന്നത് പോലെ ഇവരുടെ ബാച്ചിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ ബാച്ച് തിരിച്ചെടുത്തു എന്നുള്ളതാണ് കൊക്കോണിക്സ് പറയുന്നത്. അതേപോലെ തന്നെ റെക്ടിഫൈ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അവർ ആ ഒരു 2000 പീസുകളും തിരിച്ച് വിളിച്ചു റീഫണ്ട് കൊടുത്തു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. കൊക്കോണിക്സിന്റെ അടക്കം ഈ കിട്ടിയ ലാപ്ടോപ്പുകൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അത് KSFEയോ അല്ലെങ്കിൽ കേരള സർക്കാരോ ആണോ ആ ഒരു കംപ്ലൈന്റുകൾ റെക്ടിഫൈ ചെയ്യേണ്ടത്? അല്ല, അവിടെ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കമ്പനികൾക്കെതിരെ ലീഗലായിട്ട് പോകാൻ വരെ പറ്റും. അതിൻ്റെ ആവശ്യം വരില്ല. എല്ലാ പ്രൊഡക്റ്റിനും വാറണ്ടി ഉണ്ടാവും. ഇപ്പോൾ അസംബിൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണെങ്കിലും അതിൻ്റെ അകത്തുള്ള ഓരോ കമ്പോണൻസിനും 1 മുതൽ 3 വർഷം വരെ അതിൻ്റെ മാനുഫാക്ചേഴ്സ് വാറണ്ടി നൽകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ വീണ്ടും ഈ തട്ടിക്കൂട്ട് ലാപ്ടോപ്പ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. ഈ കൊക്കോണിക്സ് എന്ന് പറയുന്ന
ഒരു കമ്പനി ഈ ഒരു ലാപ്ടോപ്പ് ഇഷ്യൂ കൊണ്ട് പ്രതിസന്ധിയിലാവുകയും UST ഗ്ലോബൽ എന്തോ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ കമ്പനി കുറേ മാസങ്ങളിലേക്ക് അടച്ചിടുകയും ചെയ്തിരുന്നു. നാളെ കൊക്കോണിക്സും വളർന്നൊരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിയുമ്പോൾ അവിടെ ഒരു ജോലിക്ക് വേണ്ടിയും ആളുകൾ ഇരിക്കും. എന്നാൽ ഒരു സൈഡിൽ നിന്ന് വീണ്ടും ഇതുപോലുള്ള ആളുകൾ വന്ന് ഇതുപോലുള്ള സ്ഥാപനങ്ങളെ പൊട്ടിക്കാൻ വേണ്ടിയുള്ള പ്രചാരണങ്ങൾ നടത്തും. ഈ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് നോളജ് പോലും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേ പഴഞ്ചൊല്ല അനർത്ഥവും മുറിവൈദ്യൻ ആളെ കൊല്ലും. എത്ര ആളുകളിലേക്കാണ് തെറ്റിദ്ധാരണ പരത്തുന്നത്. ആളുകൾ വിശ്വസിക്കും അഖിൽ മാരാർ പറയുന്നത് പോലെ ബിഗ് ബില്യൺ ഡേയിൽ വാങ്ങിച്ചാൽ പോരെ, ആമസോൺ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ KSFക്ക് വാങ്ങിയാൽ പോരെ. അങ്ങനെയൊന്നുമല്ല. ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ വയ്ക്കാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് പറ്റത്തുള്ളൂ. ടെൻഡർ വയ്ക്കുന്ന ആളുകളിൽ നിന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അഖിൽ മാരാർക്ക് ഗവൺമെന്റിന്റെ ഒരു റിക്വയർമെന്റ് ഇപ്പോൾ 50,000 ലാപ്ടോപ്പിന്റെ ആവശ്യം വരികയാണ്, അത് 50% ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ അഖിൽ മാരാർക്കും ടെൻഡർ സബ്മിറ്റ് ചെയ്യാം. ഗവൺമെന്റിന് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതുപോലെയല്ല അഖിൽ മാരാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്ത് മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പം KSF, കേരള ബാങ്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സാധാരണക്കാർക്ക് മറ്റുള്ള ബാങ്കുകൾ എടുക്കാത്ത റിസ്കുകൾ എടുത്ത് ലോണുകൾ കിട്ടുന്നത്. അവർ ജപ്തി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പോലീസുമായിട്ട് വരുന്നു, അതിൻ്റെ നിയമ നടപടിയിൽ കൂടെ മുന്നോട്ടേക്ക് പോകുന്നു, ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു, തിരിച്ചു പോകുന്നു, ലോൺ എഴുതി തള്ളുന്നു, പ്രഷർ ഉണ്ടാവുന്നു. ബാക്കിയുള്ള കമ്പനികൾ അങ്ങനെയല്ല. ബാക്കിയുള്ള കമ്പനികളുടെ അടുത്ത് ഈ ഒരു ഭീഷണി ആളുകൾ മുഴക്കത്തുമില്ല, മുഴക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ മോശമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്താതിരിക്കുക. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്തോരം ലോൺ തട്ടിപ്പുകളും ഭീഷണികളും തെറിവിളികളും ഒക്കെ EMI അടയ്ക്കാത്തതിൻ്റെ പേരിലും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ തകർക്കാതിരിക്കുക. ദയവായി ആളുകളിലേക്ക് ഇങ്ങനെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.